ഹലോ ഗായ്സ്, ഭ്രാന്തന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തീർച്ചയായും ഇന്നൊരു നമുക്ക് പ്രൗഡ് മൊമെന്റ് ആണ്. പ്രൗഡ് മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം കാര്യം. ഇന്നലെ നടന്ന മാച്ചിൽ 50 ബോളിൽ 97 റൺ അടിച്ച് അതിൽ 12 ഫോറും 4 സിക്സും ഉൾപ്പെടെ 197 റൺ സ്ട്രൈക്ക് റേറ്റുമായി നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്തുകാരൻ നമ്മുടെ സഞ്ജു സാംസൺ. അങ്ങനെ സഞ്ജു സാംസന്റെ പെർഫോമൻസിലൂടെ ഇന്ത്യ സെമിയിലോട്ട് കടന്നിരിക്കുകയാണ് ഗായ്സ്. ദ ബ്രില്യന്റ് ബാറ്റിംഗ്. ഇതിനെ അഭിനന്ദിച്ചില്ലെങ്കിൽ ഏതിനാണ് അഭിനന്ദിക്കാതെ? വാട്ട് എ പെർഫോമൻസ് സഞ്ജു ബായ്. ഇതൊക്കെയാണ് പറഞ്ഞാൽ തിരിച്ചു വരവെന്ന് പറയുന്നത്. ഇതാണ് തിരിച്ചു വരവ്. സത്യം പറഞ്ഞാൽ എത്ര മാച്ച് എന്നറിയാമോ? എത്ര കോടി ജനങ്ങൾ എത്ര പ്രാവശ്യമാണ് ഇത്രയും ആഗ്രഹിച്ചത് ഈ ഒരൊറ്റ കളി. ഇതേപോലെ ഒരു ഒറ്റ മാച്ച് സഞ്ജു സാംസന് വേണ്ടി ഈ കഴിഞ്ഞ കുറേ മാച്ചെല്ലാം സഞ്ജു സാംസൺ ഭയങ്കര മോശം ഫോമിലായിരുന്നു. മോശം ഫോം എന്ന് പറഞ്ഞാൽ മോശമായിരുന്നു. ന്യൂസിലാൻഡ് സീരീസ് മൊത്തം മോശമായിരുന്നു. പിന്നെയും ക്ഷമയോടെ കാത്തിരുന്നു വന്ന് എൻ്റെ യൂട്യൂബ് ചാനലിലെ മുമ്പത്തെ വീഡിയോസിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു വരും. സഞ്ജു സാംസൺ ആണെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചു വരേണ്ട ചെയ്യും. നല്ലൊരു നോക്ക്. എനിക്ക് തോന്നുന്നു വിരാട് കോഹ്ലിക്ക് ശേഷം ഇത്രയും വലിയൊരു ഇത്രയും റണ്ണ് ചേസ് ചെയ്ത് ജയിക്കണത് എനിക്ക് തോന്നുന്നത് സഞ്ജു സാംസൺ ആയിരിക്കും. വേറെ ആരുമില്ല. സഞ്ജു സാംസനെ കൊണ്ട് മാത്രമേ കഴിയുള്ളൂ. ദ ബെസ്റ്റ് നോക്ക്, ദ ബ്രില്യന്റ് ബാറ്റിംഗ്, മാസ്റ്റർ ക്ലാസ്, പ്യുവർ ക്ലാസ് ബാറ്റിംഗ് സഞ്ജു സാംസൺ. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ തീയായി. ഇതിൽ കൂടുതൽ ഒരാൾക്ക് പെർഫോം ചെയ്യാൻ പറ്റത്തില്ല. അമ്മാതിരി പെർഫോമൻസ് ആയിരുന്നു. എല്ലാവരും ടീം മൊത്തത്തിൽ സഞ്ജു സാംസന്റെ ഒറ്റ കഴിവ് കൊണ്ടാണ് ഇന്ത്യൻ ടീം സെമിയിൽ കടന്നിരിക്കുന്നത്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, തീർച്ചയായിട്ടും ഞാൻ ഒരു കാര്യം പറയാം. എൻ്റെ മുൻ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യക്ക് കപ്പ് വേണമെങ്കിൽ സഞ്ജു സാംസൺ ടീമിൽ വേണം. സഞ്ജു സാംസൺ ടീമിലുണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യ കപ്പ് എടുക്കുകയുള്ളൂ. അങ്ങനെ എന്തുകൊണ്ടോ അത് സത്യമായി ഇരിക്കുകയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ഒരു കമന്റ് വായിച്ചിരുന്നു. അത് കമന്റിൽ പറയുന്നത് പോലെ ആരോ ഇട്ടോ ഏതോ ഒരു കമന്റ് എന്ന പോലെ നല്ലൊരു നോക്ക് കളിച്ച് ഇന്ത്യക്ക് കപ്പ് സഞ്ജു സാംസൺ വാങ്ങിക്കൊടുക്കും എന്നുള്ള ഒരു കമന്റ് ഞാൻ വായിച്ചിരുന്നു. അത് എനിക്ക് തോന്നുന്നത് സത്യമാവുകയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരൻ, തീർച്ചയായിട്ടും ഇത്രയും നല്ലൊരു ബാറ്റിംഗ് സഞ്ജു സാംസൺ ഞാൻ ഇതിന് മുമ്പ് ഇത്ര ക്ഷമയോടെ ബാറ്റ് ചെയ്യണം ഞാൻ കണ്ടിട്ടില്ല. അടി എന്ന് പറഞ്ഞാൽ അടി. ഫസ്റ്റ് ബോൾ, സെക്കൻഡ് ബോൾ, ബാഡ് ബോൾ ഒന്നും നോക്കില്ല, വീശി ആടി. പക്ഷെ ഇന്നലത്തെ മാച്ചിൽ ക്ഷമയോടെ ബാറ്റ് ചെയ്ത് നല്ല രീതിയിൽ ടീമിന് ആവശ്യമെന്ന് പറഞ്ഞ ഒരു ഘട്ടത്തിൽ അഭിഷേക് ശർമ്മ പുറത്തായി, ഇഷാൻ കിഷൻ പുറത്തായി, സൂര്യകുമാർ യാദവ് പുറത്തായി. എന്നിരുന്നാൽ പോലും ഒരറ്റത്ത് നിന്ന് സഞ്ജു സാംസന്റെ കറക്റ്റ് കളി നല്ല സമാധാനത്തോടെ കളിച്ച് ഇന്ത്യക്ക് നല്ലൊരു വിജയം തന്നെ നേടിക്കൊടുക്കുകയാണ്. അതിൽ സെഞ്ചുറി വേണമെങ്കിൽ അടിക്കായിരുന്നു. പക്ഷേ സെഞ്ചുറി ടീമിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അല്ല സ്വന്തം നേട്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാൻ സഞ്ജു സാംസൺ ഒരിക്കലും ആയിട്ടില്ല. സഞ്ജു സാംസൺ എപ്പോഴും അന്നും ഇന്നും എപ്പോഴും സ്വന്തം ടീമിന് വേണ്ടിയാണ്, ഏത് ടീമിന് വേണ്ടിയാണ് കളിക്കുന്നത് ആ ടീമിനാണ് പ്രയോറിറ്റി കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇന്നത്തെ മാച്ചിനും അങ്ങനെയായിരുന്നു. സെഞ്ചുറിക്ക് വേണ്ടിയാണെങ്കിൽ സെഞ്ചുറിക്ക് വേണ്ടി കളിച്ചുകൂടായിരുന്നു സഞ്ജു സാംസൺ. പക്ഷേ ഇപ്പോഴും സഞ്ജു സാംസൺ ടീമിന് വേണ്ടിയാണ് കളിക്കുന്നത്. ടീമിന് വേണ്ടി മാത്രമാണ് കളിക്കുന്നത്. ബ്രില്യന്റ് ബാറ്റിംഗ് എന്ത് പറയണമെന്ന് എനിക്കറിയാം. ഗൂസംസ് ലൈവ് കളി കണ്ട കൈയൊക്കെ രോമമൊക്കെ ഇടിയിട്ട് എൻ്റെ പൊന്ന് തിരിച്ചു വന്നപ്പോൾ ചെറുക്കൻ്റെ തിരിച്ചു വരെ ഒരു അന്യായ വരവായിപ്പോയി. എന്തായിരുന്നാലും സഞ്ജു സാംസന്റെ കുറ്റം പറഞ്ഞവരെല്ലാം ഇറങ്ങി ഓടിക്കോ, കണ്ട വഴി ഇറങ്ങി ഓടിക്കോ. ഞാൻ പറഞ്ഞില്ലേ സഞ്ജു സാംസൺ തിരിച്ചു വരും. ഈ ചാനൽ തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ സഞ്ജു സാംസന് വേണ്ടിയാണ് വീഡിയോ ഞാൻ ഇട്ടിട്ടുള്ളത്. സഞ്ജു സാംസൺ എന്തെങ്കിലും ഇതുപോലൊരു നോക്ക് കളിക്കും എന്ന് നമുക്കറിയാം. ഫോം ഈസ് ടെമ്പററി, ക്ലാസ് ഈസ് പെർമനന്റ് എന്ന് പറയുന്നവരാണ് സത്യമായ വാക്കുകളാണ്. ഫോം ഈസ് ടെമ്പററി. ആ ന്യൂസിലാൻഡ് സീരീസിൽ ഫോം ആവാതിരുന്നപ്പോൾ എന്തുമാത്രം പഴിചാരി, എന്തുമാത്രം ആളുകൾ കുറ്റം പറഞ്ഞ് എന്തൊക്കെ പറഞ്ഞു. പക്ഷേ നല്ലൊരു T20 വേൾഡ് കപ്പിൽ നല്ലൊരു നോക്കൗട്ട് കളിക്കാൻ ഈ സഞ്ജു സാംസനെ കൊണ്ട് കഴിയും. പക്ഷേ അതിനു മുമ്പ് വരെ പുകഴ്ത്തിയ ആരുമില്ലായിരുന്നു. പക്ഷെ സഞ്ജു സാംസൺ ഉണ്ടായിരുന്നു. ടീമിന് വാലറ്റത്ത് നിന്ന് ടീമിന് രക്ഷകനായി സഞ്ജു സാംസൺ ഉണ്ട്. അങ്ങനെ വെസ്റ്റ് ഇൻഡീസിനെ അടിച്ച് തകർത്തുകൊണ്ട് നമ്മളെ ഇന്ത്യൻ ടീം സെമി ഫൈനൽ കടന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, അങ്ങനെ മാർച്ച് 5-ാം തീയതി ഇംഗ്ലണ്ടുമായുള്ള സെമി ഫൈനൽ. തീർച്ചയായിട്ടും സെമി ഫൈനലിൽ നമ്മൾ ജയിക്കും, ഫൈനലും വിൻ ചെയ്യും. എന്തായാലും ഈ ടീം സെറ്റ് ടീമാണ്, നല്ല ടീമാണ്. ഇതാണ് ടീമായിരുന്നു.
മുമ്പ് മറ്റേ ലെഫ്റ്റ് ഹാൻഡ് ബാറ്റേഴ്സിനെ വെച്ച് നമ്മൾ ആദ്യ പരീക്ഷണം നടത്തി സൗത്ത് ആഫ്രിക്കയോട് തോറ്റിപ്പം ആ പരീക്ഷണം എല്ലാം മാറ്റി കറക്റ്റ് ലെഫ്റ്റ് റൈറ്റ് ഓപ്പണിങ് പേര് സ്റ്റാർട്ട് ചെയ്ത് നല്ല രീതിയിൽ ഓടി. ഇതാണ് ടീം, ഇതായിരിക്കണം ടീം സ്പിരിറ്റും ടീം പക്ക ഫോം ടീമാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്തായാലും സന്തോഷം, എനിക്ക് സന്തോഷം സഹിക്കാൻ വയ്യ, സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യ. കാര്യം തന്നെ അത്ര നല്ല മനോഹരമായ നോക്കാണ് ഇന്നലെ സഞ്ജു സാംസൺ കളിച്ചത്. അത്രയ്ക്ക് മനോഹരമായ ബ്രില്യന്റ് ബാറ്റിംഗ്, ബ്രില്യന്റ് മാസ്റ്റർ ക്ലാസ് ബാറ്റിംഗ്, പ്യുവർ ഡോമിനേഷൻ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ബാറ്റിങ്ങിന് വേണ്ടിയാണ് ഞങ്ങളെ പോലത്തെ ആരാധകർ കുറെ നാളായിട്ട് കാത്തിരുന്നത്. സഞ്ജു സാംസന്റെ ബാറ്റുകളിൽ നിന്ന് ഇതേപോലെ ഷോട്ട്സുകൾ നല്ല മൈൻഡ് സെറ്റോടെ, ഒരു ടെൻഷനും ഇല്ല, ഫ്രീ ആയിട്ട് നല്ല മൈൻഡ് സെറ്റോടെ 2 ഒരു 6 ഒരു 4 അടിച്ചെന്നാൽ പോലെ നെക്സ്റ്റ് ബോൾ സിംഗിൾ ചെയ്ത് ഇതാണ് ബാറ്റിംഗ്. കളി കഴിഞ്ഞിട്ടുള്ള മാൻ ഓഫ് ദ മാച്ച് വാങ്ങിയതിന് ശേഷം സഞ്ജു സാംസന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് രോമാഞ്ചം വരും. കാരണം വിരാട് കോഹ്ലി, രോഹിത് ശർമ്മയൊക്കെ ക്ഷമയോടെ ചേസ് ചെയ്ത് ബാറ്റിംഗ് ചെയ്യുന്നത് കണ്ടാണ് പഠിച്ചത്. സീനിയർ താരങ്ങൾക്ക് അവരെയൊക്കെ പുകഴ്ത്തി അവരെ കണ്ടാണ് സഞ്ജു സാംസൺ പഠിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് മാച്ച് മാൻ ഓഫ് ദ മാച്ച് കഴിഞ്ഞതിന് ശേഷം സഞ്ജു സാംസൺ പറയുകയുണ്ടായി. എന്നിരുന്നാലും ബ്രില്യന്റ് മാച്ച്, ക്ലാസിക് സഞ്ജു. ഈ വീഡിയോ വേറെ ആരെ കുറിച്ച് ഞാൻ പറയില്ല, വേറെ ഒറ്റ വിഷയം സഞ്ജു സാംസൺ ബ്രില്യന്റ് ബാറ്റിംഗ്. ഈ ഒരൊറ്റ നോക്കിന് വേണ്ടിയാണ് ഇത്രയും വെയിറ്റ് ചെയ്യുന്നത്. വേൾഡ് കപ്പിൽ ചെറുക്കനെ ഇറക്കി ചെറുക്കൻ ഫോം ആവണം എന്നുള്ള ആ ഒരു ആഗ്രഹം കാത്തിരുന്നു. എൻ്റെ മനസ്സിൽ ഓൾറെഡി ഉള്ളത് ഏതെങ്കിലും ഒരു മാച്ചിലെങ്കിൽ ചെറുക്കൻ കത്തിക്കാറ്. തീർച്ചയായിട്ടും ഇന്നത്തെ മാച്ച് അതിനുള്ളതായിരുന്നു. അങ്ങനെ സഞ്ജു സാംസണിലൂടെ ഇന്ത്യ അങ്ങനെ സെമി ഫൈനലിൽ കടന്നിരിക്കുക. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്തായിരുന്നാലും നല്ല സന്തോഷം നിറഞ്ഞ വീഡിയോ ആണ്. ഇനിയും തീർച്ചയായിട്ടും ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരികയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്തായിരുന്നാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഭ്രാന്തന്റെ പുതിയൊരു വീഡിയോ ആയിട്ട് ഭ്രാന്തൻ വരികയാണ്. ഗൈസ്, എന്തായാലും എനിക്ക് സന്തോഷം സഹിക്കാൻ വയ്യ. ഫുൾ സപ്പോർട്ട് സഞ്ജു സാംസണിനോട് നമ്മളെല്ലാവരും ഉണ്ട്. സഞ്ജു സാംസൺ ഫുൾ സപ്പോർട്ട് ഉണ്ട്. എന്തായാലും നല്ല ബ്രില്യന്റ് ബാറ്റിംഗ്. Once again, I will tell you, brilliant batting, masterclass performance by Sanju Samson. വീണ്ടും അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ബൈ ഫ്രം ഭ്രാന്തൻ.